സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഇപ്പോൾ നമുക്ക് ഒരുപാട് തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ അഫാൻ എന്തുകൊണ്ട് ഈ കുറ്റം ചെയ്തു എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്ന് അറിയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം അഫാന്റെ ഉമ്മയായിട്ടുള്ള ഷെമി എന്ന് പറയുന്ന ആളുടെ ഒരു മൊഴി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ പറയുന്ന 24 ന്യൂസ് അഫാന്റെ പിതാവിനെ സന്ദർശിക്കുകയും അവർക്ക് വീട് വാഗ്ദാനം നൽകുകയും ചെയ്യുകയുണ്ട്. അതിനുശേഷം അഫാന്റെ ഉമ്മ ഷെമിയെ ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോകാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒരു വൃദ്ധസദനം പോലെയുള്ള സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ് പുള്ളിക്കാരി അടുത്ത് ഈ വീട് വെച്ച് തരുന്ന കാര്യത്തെ പറ്റി സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് എന്താണ് സംഭവിച്ചതെന്ന് വെറുതെ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അഫാന്റെ ഉമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, അത് ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഒരു കാര്യം അറിയിക്കാൻ ഞാൻ വന്നതാണ്. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മയുടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പോൾ ഉമ്മ ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്, എനിക്ക് അതേ ഓർമ്മയുള്ളൂ. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു, അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ആ ഉമ്മ പറയുന്നത് എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്. എന്തുകൊണ്ട് ഇത്രയും തലയിൽ ആഴത്തിലുള്ള മുറിവ് ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉമ്മയുടെ ഉത്തരം ഇതാണ്, അത് കട്ടിൽ നിന്ന് വീണ സമയത്ത് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വീണു, അങ്ങനെ തല ഇത്രയും മുറിഞ്ഞു. അതിനുശേഷം ഇന്നലെ ഒരു വാർത്ത വരികയുണ്ടായി. വെഞ്ഞാറമൂട് SHOയുടെ ഒരു നേതൃത്വത്തിലുള്ള ആളുകൾ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഉമ്മ പറയുകയുണ്ടായി, അതായത് ഉമ്മ വീണതല്ല, ഉമ്മയെ മകൻ തല്ലിയതാണ്, അല്ലെങ്കിൽ മകൻ ഉപദ്രവിച്ചതാണ്, ഷാളിൽ കുത്തിപ്പിടിച്ച് മകൻ ഉപദ്രവിച്ചതാണെന്ന് ഉമ്മ പറയുകയുണ്ടായി. ഉമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അഫ്സാൻ എന്ന് പറയുന്നത്, ഈ അഫാൻ എന്ന് പറയുന്ന കുഞ്ഞ്. എല്ലാ അമ്മമാർക്കും അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ ഉമ്മ വയ്യാതായിട്ട് ബോധം വരുന്ന സമയത്ത് എന്റെ കുഞ്ഞ് അഫ്സാൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ആ ചോദിക്കാനുള്ള പ്രധാന കാരണം ഈ ഉമ്മയ്ക്ക് ഒരു പക്ഷെ അറിയായിരിക്കും, മകനെ ഒന്നും ചെയ്യത്തില്ല എന്നൊരു പ്രതീക്ഷ എന്നാലും പാവത്തിന് ഉണ്ടായിരുന്നു കാണണം. പിന്നെ വേറൊരു കാര്യം, പാവം എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിനകത്ത് ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെന്ന് ഞാൻ തുടക്കം മുതലേ പറയുകയുണ്ടായി. ആ നിഗൂഢതകളിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വെഞ്ഞാറമൂടിലെ ഈ ഒരു കൂട്ടക്കൊലപാതകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസം കഴിയുന്തോറും. അങ്ങനെ അവസാനമായിട്ട് ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ന്യൂസിലും കണ്ടു, ഈ പറയുന്ന അഫാന്റെ ഉമ്മയുടെ മൊഴിയാണ്. കാരണം കാര്യമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ദൃക്സാക്ഷികളെ ഒന്നും ഈ പറയുന്ന അഫാൻ ബാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന അഫാൻ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ആരും അറിയാത്ത രീതിയിൽ തന്നെ നല്ല കൃത്യമായിട്ട് അവൻ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ചെയ്യുകയുണ്ടായി. അപ്പൊ അഫാന്റെ ഉമ്മയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ, അഫാന്റെ ഉമ്മ പറയുന്നത് ഈ പറയുന്ന ഇവര് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതായത് ആദ്യം ഇവർക്കുണ്ടായിരുന്ന 85 ലക്ഷം രൂപയോളം കടമായിരുന്നു, പിന്നീട് അത് കുറഞ്ഞു 60ആയി, 35ആയി, ഇനി അത് കുറഞ്ഞില്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്താം, നമുക്കത് അങ്ങനെ പറയാം. അപ്പോൾ അഫാന്റെ ഉമ്മ പറഞ്ഞത്, ഞാൻ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഇങ്ങനെയുമുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി പറയുന്നതാണ്. അഫാന്റെ ഉമ്മ പറയുന്നത് 35 ലക്ഷം രൂപയോളം അഫാന്റെ അച്ഛൻ അറിയാൻ കടങ്ങളുണ്ടായിരുന്നു, അത് പറയാൻ പറ്റത്തില്ലായിരുന്നു. അഫാന്റെ പിതാവ് നമുക്കറിയാം 7 വർഷത്തിന് മുകളിലായി അദ്ദേഹം വിസ പോലും ക്യാൻസൽ ആയിട്ട് പെട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ നിൽക്കുമ്പോൾ അതിന്റെയും ഒരു പെനാൽറ്റി അടക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടുത്തെ ജയിലിലേക്ക് അടക്കേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. എന്നിട്ടും അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിന് തൊഴിലില്ല, സാലറി ഇല്ല, ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, കൊറോണ സമയത്ത് പൂട്ടിപ്പോയതല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ നിൽക്കുന്ന സമയത്തും ആ പാവം പിടിച്ചൊരു 4 ലക്ഷം രൂപ ഈ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. ആ 4 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ വീട്ടുകാർ അമ്മയും മക്കളും എടുത്ത് തിന്നു, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ തിന്നിട്ട് ഈ പാവം പിടിച്ചാൻ അയച്ചു കൊടുത്ത പൈസയിൽ ഒരു നയാ പൈസ പോലും കടം വീട്ടാൻ ഉപയോഗിച്ചില്ല. ആകെ 2 ലക്ഷം രൂപ ഉപയോഗിച്ച് ബാക്കി 2 ലക്ഷത്തിന് കണക്കില്ല. അപ്പൊ ഈ ഷെമി എന്ന് പറയുന്ന അഫാന്റെ ഉമ്മയുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച ഉണ്ടായിട്ടില്ലേ? ഏതൊരമ്മമാരാണെങ്കിലും ചെയ്തു പോകുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ ഇത്രയും വലിയൊരു കടത്തിന് 35 ലക്ഷം തന്റെ ഭർത്താവ് അറിയാതെ അല്ലെങ്കിൽ അഫാന്റെ സ്വന്തം അച്ഛൻ അറിയാതെ ഇങ്ങനെയൊക്കെ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ വലിയ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ തുടക്കം മുതലേ അഫാന്റെ ഉമ്മയുടെ ഈ ഒരു മൊഴിയും അഫാൻ പറയുന്ന മൊഴികളുടെ വൈരുദ്ധ്യവും നമുക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ തിരിമറികൾ അതിനിടയിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ഒരു അമ്മയും ഒരു മക്കളും നടത്തുന്ന ഒരു പണമിടപാടിന്റെ ഒരു പരിപാടിയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അതിലും വലിയ എന്തൊക്കെയോ വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇവരുടെ ആഡംബര ജീവിതം, ഇവരുടെ വീട് കാണുമ്പോഴേ നമുക്കറിയാം, സാധാരണ മനുഷ്യർ വീട് വെച്ച് ജീവിക്കുന്ന ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ആ ഒരു സിറ്റുവേഷനിലും ഇത്രയും വലിയ കടങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ സാമാന്യം ബോധമുള്ളവർ എങ്ങനെ അത് മനസ്സിലാക്കും? അല്ലെങ്കിൽ ആ ഒരു കടം ചോദിച്ചതിന്റെ പേരിൽ മറ്റുള്ളവരെ കൊന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും നമുക്കൊന്ന് അടുത്ത വാർത്തകൾ കണ്ടു നോക്കാം. അതായത് അഫാന്റെ
അഫാൻ കുറ്റം ഏറ്റു പറയുകയുണ്ടായി. ഇത്രയും 85 ലക്ഷം അല്ലെ 75 ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു. എല്ലാവരും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോൾ അഫാൻ ചെയ്ത കാര്യമാണ്, അവർ മരിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അഫാൻ ചെയ്തു പോയതാണ് എന്നൊക്കെ അഫാന്റെ മൊഴികളുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇന്ന് കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് അഫാൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ഉമ്മയും അഫാനും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ പറയുന്ന വയർലെസ് കണക്ഷൻ പോലെ ഉമ്മ എന്ത് പറയുന്നു അതിന് അഫാനും പറയുന്നുണ്ട്, അഫാൻ എന്ത് പറയുന്നു അതിന് ഉമ്മയും പറയുന്നുണ്ട്. അഫാൻ ഇത്രയും ദിവസം മൊഴി കൊടുക്കാതിരുന്നപ്പോൾ ഉമ്മയെ മൊഴി കൊടുത്തില്ല, ഇന്ന് അഫാൻ മൊഴി കൊടുത്തപ്പോൾ ഉമ്മയും മൊഴി കൊടുക്കുന്നു. എന്തൊക്കെയോ ഒരു തമ്മിൽ റിലേറ്റഡ് ആയ പോലെ. അപ്പൊ നമുക്ക് അഫാന്റെ വാർത്ത ആദ്യം കണ്ടുപോക്കാം. അഫാൻ കുറ്റം ഏറ്റു പറയുകയുണ്ട്. എന്തുകൊണ്ടാണ് അഫാൻ ഇത് ചെയ്യേണ്ടി വന്നത്, എന്താണ് അതിന്റെ പ്രധാന റീസൺ എന്നുള്ളത് അഫാൻ പറയുന്നത് നമുക്ക് കേട്ടുപോകാം. കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ ലത്തീഫും ഭാര്യയും നിരന്തരം അധിക്ഷേപിച്ചെന്ന തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. ഇതുകൊണ്ടാണ് ചുറ്റിക കൊണ്ട് ഇവരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് അഫാൻ പോലീസ് നൽകിയ മൊഴി. ചോദ്യം ചെയ്യലാണ് അഫാന്റെ കുറ്റസമ്മതം. എസ് ശ്രീകാന്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് അഫാനെ തെളിവെടുപ്പിന് വേണ്ടി അഫാന്റെ വീട്ടിലടക്കം എത്തിക്കുകയുണ്ടായത്. അവിടെ ഈ തെളിവെടുപ്പിന് ശേഷം പോലീസ് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് അഫാൻ പിതാവിന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ വിശദമായ മൊഴി നൽകിയത്. കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ ലത്തീഫും ഭാര്യയും നിരന്തരം അധിക്ഷേപിച്ചിരുന്നു എന്ന് അഫാൻ പറയുന്നു. ഇതിനാലാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് അഫാന്റെ മൊഴി. 80,000 രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിരുന്നു. പിതാവിന്റെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു. അതിനാലാണ് കൊലപ്പെടുത്തേണ്ടി വന്നത് എന്ന് അഫാൻ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്ത് ആയുധം ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളും പോലീസിന് കൃത്യമായി തന്നെ അഫാൻ മൊഴിയായി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ കോടതിയിൽ പോലീസിന് ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടാകും. പക്ഷേ അഫാന്റെ ഉമ്മയുടെ മൊഴി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ മൊഴികളിലൊന്ന്. എന്തിനാണ് കുടുംബത്തിലെ എല്ലാവരെയും കൊന്നതെന്ന് അഫാന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അഫാൻ കൊടുത്ത മൊഴി ഇതാണ്. പണം വാങ്ങിയ പണം തിരികെ ചോദിച്ച സമയത്ത് അത് കൊടുക്കാൻ പറ്റാഞ്ഞതിനാൽ അധിക്ഷേപിച്ചത് കൊണ്ടാണ് കൊന്നതെന്ന്. 23 വയസ്സുള്ളവൻ ചെയ്ത ഒരു കൊലപാതകം, 23 വയസ്സുള്ളവന്റെ മനസ്സിൽ തോന്നിയ ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യമെന്ന് നമുക്ക് ഇതിനെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. 23 വയസ്സുള്ളവൻ ചെയ്ത പ്ലാൻഡ് മർഡർ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് 5 മണിക്കൂറിൽ 5 കൊലപാതകങ്ങൾ ചെയ്ത് കുളിച്ചൊരുങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയ ഇവൻ അതേസമയം തന്നെ ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവൻ 8ഓളം സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി. പല സാധനങ്ങൾ വാങ്ങാൻ, മുളക് പൊടി വാങ്ങാനും അതേപോലെ എലിവിഷം വാങ്ങാനും ചുറ്റിക വാങ്ങാനും ചുറ്റികിടുന്ന ബാഗ് വാങ്ങാനും കുളിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. 23 വയസ്സിൽ അവൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ക്രൈം എന്ന് പറയാൻ ഇതിനെ പറ്റത്തില്ല, അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. അഫാന്റെ ഉമ്മ എപ്പോഴും പറയുന്നത് മോനെ തിരിച്ചു തരണം, മോനെ കേസൊന്നും ഉണ്ടാവണ്ട. അപ്പൊ അഫാന്റെ ഉമ്മയ്ക്ക് മറ്റുള്ളവർ മരിച്ചാലും കുഴപ്പമില്ല, സ്വന്തം മക്കള് കൺമുൻപിൽ ചോരയിൽ കുളിച്ച് കിടന്നിട്ടും അതൊന്നും അഫാന്റെ ഉമ്മയ്ക്ക് ഒരു വിഷയമേ അല്ല. സ്വന്തം മൂത്ത മോനെ തിരികെ വേണം, ഇനി അവനെ ഉള്ളൂ എന്നാണ് അഫാന്റെ ഉമ്മ പറയുന്നത്. എന്തെങ്കിലും ശരികളൊക്കെ അവരുടേതായിട്ടുള്ള ശരികൾ കാണും. പക്ഷെ സാധാരണ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്താണ്, അഫാന്റെ ഉമ്മയുടെ ഭാഗത്ത് നല്ല രീതിയിൽ വീഴ്ചകൾ വന്നിട്ടില്ലേ? അഫാന്റെ ഈ പറയുന്ന പിതാവ് ഇത്രയും ഗൾഫിൽ കിടന്ന് പെട്ടുകിടക്കുന്ന സമയത്തും ഇവിടെ ആർഭാട ജീവിതം നയിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അഫാന്റെ പിതാവ് തിരിച്ചു വരാൻ പോലും പറ്റാതെ വിസ പോലും ക്യാൻസലായി കിടക്കുമ്പോഴും അതിനെ സഹായിക്കാൻ കാണിക്കാത്തൊരു മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് കേട്ടോ. ഇനി അഫാന്റെ ഉമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് ഇന്നലെ വൈകുന്നേരം പോലീസുകാർ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അഫാന്റെ ഉമ്മ കൊടുത്തൊരു മൊഴി, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ അഫാനെതിരെ അമ്മ ഷെമിയുടെ മൊഴി. അഫാൻ ആക്രമിച്ചതാണെന്ന് കിളിമാനൂർ SHOക്ക് ഷെമി മൊഴി നൽകി. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. അഫാൻ ആദ്യം തന്റെ കഴുത്തിൽ ഷോൾ മുറുക്കി, പിന്നീട് തല ചുവരിലിടിപ്പിക്കുകയായിരുന്നു ഷെമി മൊഴി നൽകി. അതേസമയം ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ഷെമിയുടെ മൊഴി ഏറെ നിർണായകമാകും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പ്രകോപനമായത് കടം ചോദിച്ച പണം കിട്ടാത്തതുകൊണ്ടെന്ന് അഫാന്റെ ഉമ്മ ഷെമീനയുടെ മൊഴി. കൊലപാതകത്തിന്റെ തലേ ദിവസം രാത്രി അഫാൻ ബന്ധുവിനോട് 50,000 രൂപ കടം ചോദിച്ചു. കേണപേക്ഷിച്ചിട്ടും ബന്ധുക്കൾ അപമാനിച്ചുവെന്ന് ഷെമീന പറയുന്നു. ഇളയ മകനോടൊപ്പം അഫാൻ ആത്മഹത്യാ വീഡിയോകൾ കണ്ടിരുന്നുവെന്നും ഷെമീനയുടെ മൊഴിയുണ്ട്. വിവരങ്ങളുമായി സുനീഷ ചേരുന്നുണ്ട്. സുനീഷ, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ ഉമ്മ മൊഴിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ആത്മഹത്യയെക്കുറിച്ച് നേരത്തെ അഫാൻ ചിന്തിച്ചിരുന്നു എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. ഈ 35 ലക്ഷം രൂപ കടം വന്ന വിവരം റഹീമിനെ അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഉമ്മയുടെ മൊഴിയിലുള്ളത്? അഫാൻ ഈ കൊലപാതകമൊക്കെ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് തന്നെയാണ് പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ഈ ഉമ്മ ഷെമീനയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ തന്നെയും മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ ഉമ്മ പറഞ്ഞിരുന്നത് ആ കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് ഈ പരിക്ക് പറ്റിയത് എന്നടക്കമുള്ളതായിരുന്നു. ആ വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മൊഴിയിൽ നിന്ന് മാറാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് കിളിമാനൂർ പോലീസ് ഈ ഉമ്മയുടെ മൊഴി എടുക്കുന്നത്. ഈ ഉമ്മയോട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, അതായത് ഇളയ മകൻ അടക്കം കൊല്ലപ്പെട്ടു എന്ന വിവരം പറഞ്ഞതിന് ശേഷമാണ് ഉമ്മ ഇപ്പോൾ ഈ വിവരം പറയാൻ തയ്യാറായത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉമ്മ പറഞ്ഞിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്. നേരത്തെ തന്നെ അതായത് 50,000 രൂപ ഈ ബന്ധുവീട്ടിൽ നേരത്തെ ചുള്ളാലത്തെ ഈ 2 പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തിയിരുന്നു. ഇവരോട് 50,000 രൂപയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ്. പക്ഷേ ഈ 50,000 രൂപ കടമായി ചോദിച്ചപ്പോൾ ബന്ധുക്കൾ കളിയാക്കുന്ന തരത്തിലേക്ക്, അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നതാണ്. ഒപ്പം തന്നെ പണം നൽകാൻ സമ്മതിച്ചില്ല, മോശമായി അഫാനോട് സംസാരിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഇത് അഫാനെ പ്രകോപിപ്പിച്ചു എന്നതാണ് ഈ ഉമ്മയുടെ മൊഴിയിൽ പ്രധാനമായും പറയുന്നത്. അതായത് ഉമ്മ പറയുന്നത് ഈ പ്രകോപനം അന്ന് രാവിലെയും, അതായത് ഇതിന്റെ തലേ ദിവസമാണ് പണം ചോദിക്കുന്നത്. പക്ഷേ കൊലപാതകം ചെയ്യുന്ന അന്ന് രാവിലെയും ഈ പണം ചോദിച്ച് അഫാൻ ഫോൺ വിളിച്ചിരുന്നു. പക്ഷേ പണം തരില്ല
വിടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ബന്ധുക്കൾ എന്നതാണ്. അതിന്റെ വൈരാഗ്യം തീർക്കാൻ എല്ലാവരെയും കൊല്ലാം എന്നൊരു രീതിയിലേക്ക് അഫാൻ എത്തുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായി പിന്നാലെ തന്നെ ഈ ഉമ്മയെ ഉപദ്രവിച്ചു എന്നതാണ് ഉമ്മ പറയുന്നത്. പിന്നീട് ഒന്നും ഓർമ്മയില്ല എന്നും പറയുന്നു, അതായത് ബോധം കെടുകയായിരുന്നു. പിന്നീട് മനസ്സിലാകുന്നത് ഈ പോലീസുകാരൊക്കെ ചേർന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് എന്നതാണ് ഉമ്മ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അതിനുശേഷം പോലീസുകാരൊക്കെ പിന്നീട് പറഞ്ഞപ്പോഴാണ് അനുജനെയും ഈ അഫാന്റെ അനിയനെയും ഈ പിതാവിന്റെ സഹോദരനെയും ഭാര്യയും ഉമ്മയും ഒക്കെ കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉമ്മ അറിയുകയും ചെയ്യുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഈ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ചോദിച്ച് കടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ ചെയ്താലോ എന്ന ആലോചന ഇവർ നടത്തിയിരുന്നു എന്നത് കൂടി ഉമ്മ പറയുന്നുണ്ട്. കൂട്ടാത്മഹത്യക്ക് പോലും ആലോചിച്ചിരുന്നു എന്നതാണ് പറയുന്നത്. ഒപ്പം തന്നെ അനുജനുമായി, അതായത് അനുജനുമായി ഈ ആത്മഹത്യയുടെ വീഡിയോ അടക്കം കണ്ടിരുന്നു എന്നതും ഉമ്മയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അരുൺ, ഓക്കെ, എന്തായാലും ആ മൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നയിക്കാൻ എന്താണ് പ്രേരണയായത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ മോട്ടീവിന്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി വരുന്നു. യുമ്മയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇപ്പോൾ നേരത്തെ ഈ അഫാൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന മൊഴിയാണ് നൽകിയത് ഈ ഉമ്മ. കട്ടിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ആ ഉമ്മ മൊഴിയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിശദമായി തന്നെ പറയുന്നു. അഫാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ അഫാന്റെ ഉമ്മ അഫാനെ പോലീസ് വെറുതെ വിടുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കേട്ടത്. അതെങ്ങനെയാണ് സാധ്യമാവുക അല്ലേ? കണ്ടില്ലേ, അഫാന്റെ ഉമ്മ പറഞ്ഞത് മൊഴികളിൽ ഒരുപാട് വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ മാറ്റി പറയുകയുണ്ടായി. അഫ്സാനും അഫാനും കൂടി ഇരുന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന വീഡിയോകൾ കാണുകയുണ്ടായി. അതിനുശേഷം അഫാൻ അനിയനെ കൊന്നുകളയാണ് ചെയ്തതെന്നൊക്കെ അഫാന്റെ ഉമ്മ പറയുകയുണ്ടായി. അപ്പൊ അതൊന്നും പുള്ളിക്കാരിക്ക് ബോധമില്ല, ബാക്കിയുള്ള ഓർമ്മയില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്ന പുള്ളിക്കാരിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇതിനിടയിലേക്ക് ആ പെൺകുട്ടി വന്നു, അല്ലെങ്കിൽ പെൺകുട്ടി എന്തിനു കൊണ്ടുവന്നു? അവർക്കൊരു കുടുംബമില്ല. അതിനെപ്പറ്റിയൊന്നും അഫാന്റെ ഉമ്മയോ അല്ലെങ്കിൽ അഫാന്റെ മൊഴികളിലോ ഒന്നും പറയുന്നില്ല. അഫാൻ ഒരു വൈരാഗ്യം ആ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊന്നു കളഞ്ഞു. ഈ ലത്തീഫ് എന്ന് പറയുന്ന ആൾ അഫാന്റെ ഉമ്മയുടെ സഹോദരനാണ്. അദ്ദേഹത്തിനോട് പൈസ ചോദിച്ചപ്പോൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വൈരാഗ്യം കൊണ്ട് കൊന്നതാണ് അത്രേ. ഉമ്മ പറഞ്ഞാണ് കേട്ടോ. 23 വയസ്സുള്ള പയ്യന് എന്തിത്ര കടം, അല്ലെങ്കിൽ ആ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് എന്തിനിത്ര വൈരാഗ്യം? അപ്പൊ ഇവനൊരു സൈക്കോ കില്ലർ തന്നെയല്ലേ? ഇവന് പ്ലാൻഡ് മർഡർ ആണ് നടത്തിയിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നല്ലൊരു പക്ക സൈക്കോപാത്ത് അല്ലേ ഇവൻ? ഒരേ രീതിയിൽ എങ്ങനെ ചുറ്റിയെ വെച്ച് ഒരാളെ കൊല്ലാമെന്നുള്ളത് പഠിച്ച് അവൻ അതിന്റെ കറക്റ്റായിട്ട് അവൻ ഇത് ചെയ്തിരിക്കണം. പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ഒരാൾ ചെയ്യുന്ന ഒരു കൊലപാതകമല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് ഓരോരുത്തരെയും അവരുടെ നെറ്റി തുളച്ച് വെളിയിൽ വരുന്ന രീതിയിൽ, അവരുടെ നെറ്റിയിലെ ഈ ഒരു മാംസം പുറകിൽ വരുന്ന രീതിയിൽ തന്നെയാണ് അവൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വേറെ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടില്ല. അവൻ ഒരൊറ്റ ചുറ്റിക കൊണ്ട് മാത്രം എല്ലാവരെയും കൊലപ്പെടുത്തി. ഒരാളെ തല്ലി താഴെ ഇട്ടിട്ട് അവരെ ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുക, അല്ലെങ്കിൽ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുക എന്ന് പറയുന്നത് ഇവൻ എവിടെന്നെങ്കിലും ഇത് നല്ല രീതിയിൽ അത് പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കണ്ടിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സിനിമയെ കണ്ടിട്ട് എങ്ങനെ ഒരാളെ ഇങ്ങനെ കൊല്ലാൻ പറ്റും? അല്ലെങ്കിൽ ഒരു ഇച്ചിരി ചോര ധരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൈ മുറിയുമ്പോൾ തന്നെ തലയിറങ്ങുന്ന ആളുകളാണ് പലരും. അങ്ങനെ ഇരിക്കെ എല്ലാവരും അങ്ങനെ ആണെന്നല്ല. അഫാന്റെ ഉമ്മയുടെ സഹോദരങ്ങളെ കൊന്നത് ഒരുപക്ഷെ അവൻ ആ ദേഷ്യമുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ആ സമയത്ത് അവന് ഈ കുറ്റബോധം തോന്നാം. അവരെ എന്തിനു കൊല്ലണം, അല്ലെങ്കിൽ ഈ ഒരു ചോര ധരിക്കുന്ന സമയത്ത് അവന് പേടിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവന് സൈക്കോ കില്ലർ ആയതുകൊണ്ട് അവനത് കൊന്നു. അതിനുശേഷം അഫാന്റെ അമ്മയും അഫാന്റെ അനിയനെയും അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്തിനാവും കൊന്നത്? അതിലൊരു ക്ലാരിറ്റി വേണ്ടേ? ഇപ്പോഴും പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയല്ല. അപ്പോൾ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അഫാന്റെ ഉമ്മയല്ല, അഫാനാണെങ്കിൽ തന്നെയും അതിനുള്ള മറുപടി തരും. അഫാനെ എപ്പോഴും കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോലീസുകാർ നടക്കുകയാണ്, മാസ്ക് ഒക്കെ വെച്ച് നല്ല സുരക്ഷിതമായിട്ട്. അവൻ കയറിയതിനേക്കാളും നല്ല രീതിയിൽ ഇപ്പൊ തടിച്ചു കൊഴുത്തിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അവന്റെ വായിന്ന് തത്ത പറയുന്ന പോലെ അവൻ സത്യങ്ങൾ പറയും. പിന്നെ അവന്റെ ഉമ്മ പറയുന്ന കാര്യം ഉമ്മയൊന്ന് ഇത്തിരി ഓക്കെ ആവുന്ന സമയത്ത് ഉമ്മയുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അപ്പോൾ അതെന്തായാലും പോലീസുകാർ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഇതിൽ നടന്നിരിക്കുന്ന എന്താണെന്ന് നമുക്കറിയണം. 23 വയസ്സുള്ളവന് ഒരു പ്രകോപനം ഉണ്ടാവുകയും ഒരു കുടുംബത്തിലെ എല്ലാവരെയും കൊന്നുകളയുകയും ചെയ്യാന്ന് പറയുമ്പോൾ അവൻ അതിൽ പക്കയായിട്ട് ഒരാളെ കൊല്ലുന്നത് എങ്ങനെയാണെന്നുള്ളത് അവന് കൃത്യമായിട്ട് അറിയാം. പെട്ടെന്ന് എടുത്തിയാട്ടത്തിൽ ചെയ്തൊരു കാര്യമൊന്നും അല്ലത്. കൃത്യമായി അവൻ പ്ലാൻ ചെയ്തൊരു മർഡർ. എത്രയും പേരെ കൊന്നിട്ട് അവൻ പോയി എരിവിഷം കഴിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് നല്ല ക്ലിയർ കട്ടായിട്ട് അവൻ പഠിച്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കേരളത്തിലെ സാമാന്യം ബോധമുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നതുമാണ്. അപ്പൊ ഇനിയും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്താണ് കൂടുതൽ സംഭവം എന്നുള്ളതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. അതെന്തായാലും പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കട്ടെ. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ അഫാൻ എന്ന് പറയുന്നവന്, തന്തയ്ക്ക് മുൻപുണ്ടായവന് കൃത്യമായിട്ടുള്ള ശിക്ഷാവിധി നടപ്പിലാക്കണമെന്നും അതേപോലെ നിയമ സംവിധാന വ്യവസ്ഥ അനുശാസിക്കുന്ന എന്ത് തരത്തിലുള്ള ശിക്ഷയും അവന് കിട്ടണമെന്ന് ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ്. ഇതിനിടയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പാവം ഫർസാനയുടെ കുടുംബം, അതേപോലെ തന്നെ അഫാന്റെ പിതാവ് റഹീം, സ്വന്തം കുടുംബത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടും അത് അറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിനെ സഹായിക്കാൻ പറ്റാതെ നിസ്സഹായനായി പോയ, അല്ലെങ്കിൽ എല്ലാം കണ്ടിട്ടും മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിന്നു പോകുന്ന ഒരു പിതാവിന്റെ അവസ്ഥ അത് സാധാരണ മനുഷ്യന്മാർക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. എന്തായാലും സത്യം മറന്നേക്ക് പുറത്തു വരട്ടെ. അഫാന്റെ ഉമ്മയിൽ നിന്ന് കൂടുതൽ മൊഴികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ വേറെ ഒരു അനിഷ്ടങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം.